അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 3 തജ്വീദുൽ ഖുർആൻ ആഫിർലി എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. 2024 ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരി ഉത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. മസലുല്ലദീന ഹുമ്മിലുത് തൗറാത്ത്. ഇതിൽ മണിച്ച് ഓതേണ്ട അക്ഷരം. ഓപ്ഷൻസ്: ലാം, മീം, താ. ശരി ഉത്തരം രണ്ടാമത്തെ ഓപ്ഷൻ മീം. 2. തൻവീനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഓപ്ഷൻസ്: അദാബുൻ അലീം, അദാബുൻ മുഹീൻ, അദാബുൻ ഷദീദ്. ശരി ഉത്തരം അദാബുൻ അലീം. 3. സാക്കിനായ നൂനിനെ ഗുന്നത്തോടെ കൂടി ഇദ്ഗാം ചെയ്യണം. ഓപ്ഷൻസ്: ഖൈറൻ ലക്കും, ഖൈറൻ കസീറ, ഖൈറയ്യറ. ശരി ഉത്തരം ഖൈറയ്യറ. 4. ഖുർആനിൽ നിന്ന് ആദ്യം അവതരിച്ച 5 ആയത്ത്. ഓപ്ഷൻസ്: സൂറത്തുൽ ഫാത്തിഹയിൽ, സൂറത്തുൽ അലഖിൽ, സൂറത്തുൽ ബഖറയിൽ. ശരി ഉത്തരം സൂറത്തുൽ അലഖിൽ. 5. തരിമൂക്കിൽ നിന്നുണ്ടാകുന്ന രാഗമാണ്. ഓപ്ഷൻസ്: ഇൽഹാർ, ഗുന്നത്ത്, ഇദ്ഗാം. ശരി ഉത്തരം ഗുന്നത്ത്. 6. ഫഅതമ്മഹുന്ന. ഇതിൽ മണിച്ച് ഓതേണ്ട അക്ഷരം. ഓപ്ഷൻസ്: 1, 2, 3. ശരി ഉത്തരം 2. 7. സാക്കിനായ നൂനിനും തൻവീനിനുമുള്ള നിയമങ്ങൾ. ഓപ്ഷൻസ്: 4, 6, 5. ശരി ഉത്തരം 5. സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്ത് ഓതണം. ഓപ്ഷൻസ്: മിൻ ബഅദി, മിൻ ഗിസ്ലീൻ, മിൻ ലദുൻഹു. ശരി ഉത്തരം മിൻ ഗിസ്ലീൻ. 9. ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്താൽ ലഭിക്കുന്ന ചുരുങ്ങിയ പ്രതിഫലം. ഓപ്ഷൻസ്: 10, 6, 3. ശരി ഉത്തരം 10. 10. സാക്കിനായ നൂനിനെ ഇദ്ഗാമും ബിഗുന്നത്ത് ചെയ്ത് ഓതണം. ഓപ്ഷൻസ്: അയ്യൂസല, ഇൻ ഹകംതു, ഇൻ കുൻതും. ശരി ഉത്തരം അയ്യൂസല. അടുത്ത പ്രവർത്തനം ചെറുമ്പടി ചേർക്കുക. 11. ഇൽഹാർ നൂനി സാക്കിന. 12. ഇദ്ഗാമുൻ നൂനി സാക്കിന. 13. ഇൽഹാറു തൻവീൻ. 14. ഇദ്ഗാമു തൻവീൻ. 15. ഗുന്നത്തുൻ നൂൻ. ഇപ്പുറത്ത് നോക്കുകയെ. യൗമൈ യജ്അൽ. ബി. വമിൻ ഖൽഫിഹിം. സി. മിൻ വലിയ്യിൻ. ഡി. ലയസ്രിമുന്നഹാ. ഇ. കുഫുവൻ അഹദ്. ഇനി നമുക്ക് ഓരോന്നും ചേർക്കാം. 11. ഇൽഹാർ നൂനി സാക്കിന. ശരി ഉത്തരം ബി, വമിൻ ഖൽഫിഹിം. 12. ഇദ്ഗാമുൻ നൂനി സാക്കിന. ശരി ഉത്തരം സി, മിൻ വലിയ്യിൻ. 13. ഇൽഹാറു തൻവീൻ. ശരി ഉത്തരം ഇ, കുഫുവൻ അഹദ്. 14. ഇദ്ഗാമു തൻവീൻ. ശരി ഉത്തരം എ, യൗമൈ യജ്അൽ. 15. ഗുന്നത്തുൻ നൂൻ. ശരി ഉത്തരം ഡി, ലയസ്രിമുന്നഹാ. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക.
16 മയ്യഷ എന്നതിലെ നൂനിനെ ഡാഷ് ചെയ്ത് ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഇദ്ഗാമു ബിഗുന്ന. മയ്യഷ എന്നതിലെ നൂനിനെ ഇദ്ഗാമു ബിഗുന്ന ചെയ്ത് ഓതണം. 17 വാസിഉൻ അലീം എന്നതിലെ ഡാഷിനെ ഇൽഹാർ ചെയ്ത് ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് തൻവീനിനെ. വാസിഉൻ അലീം എന്നതിലെ തൻവീനിനെ ഇൽഹാർ ചെയ്ത് ഓതണം. 18 മുഹമ്മദുൻ എന്നതിലെ ഷദ്ദുള്ള മീമിനെ ഡാഷ് ചെയ്ത് ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് കൂടുതൽ ഗുന്നത്ത്. മുഹമ്മദുൻ എന്നതിലെ ഷദ്ദുള്ള മീമിനെ കൂടുതൽ ഉന്നത്ത് ചെയ്ത് ഓതണം. 19 ലിമൻ ഖശിയ റബ്ബ എന്നതിലെ ഡാഷിനെ വെളിവാക്കി ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സാക്കിനായ നൂനിനെ. ലിമൻ ഖശിയ റബ്ബ എന്നതിലെ സാക്കിനായ നൂനിനെ വെളിവാക്കി ഓതണം. ബി അക്വാബിൻ വ അബാരീഖ് എന്നതിലെ തൻവീനിനെ ഡാഷ് ചെയ്ത് ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഇദ്ഗാമു ബിഗുന്ന. ബി അക്വാബിൻ വ അബാരീഖ് എന്നതിലെ തൻവീനിനെ ഇദ്ഗാമു ബിഗുന്ന ചെയ്ത് ഓതണം. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 21 അല്ലാഹു തആലയുടെ കലാമാണ് എന്ത്? ഉത്തരം ഖുർആൻ. 22 സജ്ദയുടെ ആയത്ത് ഓതിയാൽ എന്ത് ചെയ്യണം? ഉത്തരം സുജൂദ്. 23 ഷദ്ദുള്ളപ്പോൾ ഗുന്നത്ത് ചെയ്യേണ്ട 2 അക്ഷരങ്ങൾ. ഉത്തരം നൂൻ മീം. 24 സലാമുൻ ഹിയ എന്നതിലെ തൻവീനിന്റെ വിധി എന്ത്? ഉത്തരം ഇൽഹാർ. 25 ഫമയ്യഅമൽ എന്നതിലെ സാക്കിനായ നൂനിന്റെ വിധി എന്ത്? ഉത്തരം ഇദ്ഗാമു ബിഗുന്ന. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 26 ഖുർആൻ പാരായണത്തിന്റെ അദബുകളിൽ 2 എഴുതുക. ഉത്തരം മിസ്വാക്ക് ചെയ്ത് വായ വൃത്തിയാക്കുക. 2 വുളു ഉണ്ടായിരിക്കുക. 27 ഹൽക്കിന്റെ ഹർഫുകൾ ഏതെല്ലാം? ഉത്തരം ഹംസ ഹാ റൈൻ ഹാ റൈൻ ഖാ. 28 ഇദ്ഗാം എന്നാൽ എന്ത്? ഉത്തരം ഒരക്ഷരത്തെ മറ്റൊരക്ഷരത്തിലേക്ക് ചേർത്തി ശബ്ദ ചെയ്ത് ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിനെയാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. 29 എന്താണ് തൻവീൻ? ഉത്തരം കലിമത്തുകളുടെ അവസാനത്തിൽ വരുന്ന എഴുത്തിൽ കാണാത്തതും ഉച്ചാരണത്തിൽ വരുന്നതുമായ സുക്കൂനുള്ള നൂനാണ് തൻവീൻ. 30 തൗബതൻ നസൂഹ എന്നതിലെ തൻവീനിനെ ഇദ്ഗാമു ബിഗുന്ന ചെയ്യണം. കാരണം? ഉത്തരം തൻവീനിന് ശേഷം ഇദ്ഗാമു ബിഗുന്നയുടെ ഹർഫായ നൂൻ വന്നതിനാലാണ് ഈ തൻവീനിനെ ഇദ്ഗാമു ബിഗുന്ന ചെയ്തത്. 31 തജ്വീദ് എന്നാൽ എന്ത്? ഉത്തരം ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. 32 മിൻ ഹൈസു എന്നതിലെ നൂനിനെ ഇൽഹാർ ചെയ്ത് ഓതണം. കാരണം? ഉത്തരം സാക്കിനായ നൂനിന് ശേഷം ഇൽഹാറിന്റെ ഹർഫായ ഹാ വന്നതിനാലാണ് ഇവിടെ നൂനിനെ ഇൽഹാർ ചെയ്തത്. 33 തജ്വീദ് നിയമങ്ങളിൽ 5 എഴുതുക. ഉത്തരം അക്ഷരങ്ങളുടെ മഖ്റജുകൾ, സിഫത്തുകൾ, നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങൾ, തഫ്ഖീം, തർഖീഖ് മുതലായവ. ഈ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.